ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണകാലമൊക്കെ ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മളിപ്പോൾ തന്നെ ബന്ദിയുടെ വിത്തൊക്കെ പാകിയെങ്കിൽ മാത്രമേ നമുക്ക് ഓണകാലത്തേക്ക് നമുക്ക് അത്തപ്പൂവൊക്കെ ഇടാനുള്ള പൂക്കൾ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മളെന്താ വേണം? നല്ല വിത്തുകൾ സംഘടിപ്പിച്ച് നമ്മളത് പാകിയൊക്കെ വെക്കണം. ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബന്ദിയുടെ വിത്തുകൾ പാകുന്നതിനെക്കുറിച്ചാണ്. അപ്പം അതിനെക്കുറിച്ച് കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം വിത്തുകൾ വാങ്ങിക്കാവുന്നതാണ്. പച്ചക്കറികളുടെ എല്ലാം വാങ്ങിക്കാം. അതുപോലെ ഗ്രോ ബാഗും ഉണ്ട്. വെബ്സൈറ്റ് വഴി വാങ്ങിക്കാൻ അറിയാത്തവർക്ക് താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൂടെ കൊടുത്തേക്കാം. അങ്ങനെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം നമുക്കിനി എങ്ങനെയാണ് നമ്മുടെ ബന്ദി വിത്തുകൾ പാകുന്നതെന്ന് നോക്കാം. അപ്പം നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഡൗട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊക്കെ എങ്ങനെ പാകും? അത് വെള്ളത്തിൽ ഇടണോ അതോ പിന്നെ വെള്ളത്തിലിടാതെ നടണോ? ഒരുപാട് വളം കൊടുത്ത് തുടക്കത്തിലേ വിത്തുകൾ പാകണോ? അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് നല്ല വിളവൊക്കെ കിട്ടും. ഈ ബന്ദി ചെടി നിങ്ങൾ പാകുമ്പോൾ ചാണകപ്പൊടിയും മണ്ണും മാത്രം മതി കേട്ടോ. നിങ്ങൾ അതിനകത്ത് എല്ലുപൊടിയോ മറ്റോ വേപ്പും പിണ്ണാക്കോ ഒന്നും നിങ്ങൾ വാരിയിടേണ്ട കാര്യമില്ല. പിന്നെ നിങ്ങൾ തൈ പറിച്ച് നടുമ്പോൾ മാത്രം നമുക്കിഷ്ടമുള്ള വളങ്ങളൊക്കെ കൊടുത്തിട്ട് നടാവുന്നതാണ്. അപ്പം നമ്മുടെ കയ്യിൽ 4 ടൈപ്പ് മെറിഗോൾഡ് ഉണ്ട്. മെക്സിക്കൻ മെറിഗോൾഡ് യെല്ലോ ഉണ്ട്, ക്രീം ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. അതുപോലെ തന്നെ സാദാ ടൈപ്പ് ബന്ദിയുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 4 പാത്രം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 4 പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. 4-നകത്തും മണ്ണും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സാദാ നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ചെടി നടാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടേക്കുന്ന 1 മാസമെങ്കിലും ആയ മണ്ണുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരു 15 ദിവസം കഴിഞ്ഞ മണ്ണുണ്ടെങ്കിലും നമുക്ക് അതിനകത്തോട്ട് ഈ വിത്തുകൾ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എല്ലുപൊടിയും അതും ഇതും എല്ലാം കൂടെ വാരിയിട്ടിട്ട് നമ്മുടെ വിത്തുകൾ നടാനായിട്ട് ശ്രമിക്കരുത്. അപ്പം ഇതിനകത്തോട്ട് ആദ്യം നമ്മുടെ മെക്സിക്കൻ ക്രീമാണ് നടുന്നത്. ക്രീം വിത്താണ് ഇത്. അപ്പോൾ ഇതിനകത്തോട്ട് അപ്പം ഇത്രയും ഭാഗം മണ്ണ് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് മണ്ണിടാം. അതിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മണ്ണ് ചെതറി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ കൈ കൊണ്ട് തന്നെ അങ്ങോട്ട് ഒരുപാട് അങ്ങ് ആഴത്തിൽ പോവണ്ട കേട്ടോ. കല്ലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റി വെക്കുക. ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിരുന്നാൽ മാത്രം മതി. പിന്നെ ഇത് കൊണ്ടുവന്ന് മഴയത്ത് കൊണ്ടുവന്ന് വെക്കാതിരിക്കുക. തണലത്തോട്ട് 2-3 ദിവസം വെച്ച് ചെറുതായിട്ട് പൊടിച്ചു വന്ന് പിന്നെ ഇലയായിട്ട് വരുമ്പോൾ ഒക്കെ മാത്രം നമ്മൾ വെയിലത്തോട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. എന്നെങ്കിൽ ഭാഗികമായിട്ട് വെയിലും കൂടെ കിട്ടണം. ആ രീതി വേണം നമ്മൾ കൊണ്ടുവയ്ക്കാനായിട്ട്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് യെല്ലോ നടാം. മെക്സിക്കൻ യെല്ലോ. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ കുറച്ച് മണ്ണ് ഇങ്ങോട്ട് മാറ്റാം. അടുത്ത ചട്ടിയിലോട്ട് മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പം നമുക്ക് ആ പേര് നമുക്ക് മറന്നു പോകാതിരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്തോട്ട് തന്നെ ഇത് വെച്ചേക്കാം. കരയിലോട്ടോ അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി. അപ്പം അതുപോലെ തന്നെ എല്ലാ വിത്തുകളും നമുക്ക് അങ്ങോട്ട് പാകാം. എല്ലാം ചുറ്റിനും അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. വെയിലെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ മതിയേ. ഇനി അടുത്ത മെക്സിക്കൻ ഓറഞ്ചാണ്. മണ്ണെല്ലാം ഒന്ന് നിരപ്പാക്കിക്കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പിന്നെ നമ്മുടെ ബന്ദിയൊക്കെ നമ്മുടെ മതിലിൻ്റെ അരിവിന് ഒക്കെ നട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? കുറേ പേര് കണ്ടിട്ടുണ്ട്, പുതിയ ആൾക്കാരൊന്നും കണ്ടു കാണത്തില്ല. അപ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാൽ അതിന് ചേർത്ത വളപ്രയോഗവും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങളുടെ ആകെ കൂടെ ഒരു 5 തയ്യേ ഉള്ളെന്നുണ്ടെങ്കിൽ അതിനെ ഇരട്ടിപ്പിക്കുന്ന രീതിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാൽ ഓണത്തിന് നന്നായിട്ട് ബന്ദിപ്പൂവ് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാദാ ടൈപ്പ് മെറിഗോൾഡാണേ. അപ്പോൾ എല്ലാം നമ്മൾ നട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇന്ന് നമ്മുടെ മണ്ണ് നല്ല പുട്ടിൻ്റെ പൊടി നനച്ച മാതിരി നനവുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വെള്ളമൊന്നും തളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇനി ഇത് ഇവിടെ തന്നെ ഇങ്ങനെ വെക്കാതെ ഓരോ തണലത്തോട്ട് ഷെയ്ഡിൻ്റെ കീഴിലോട്ട് മാറ്റുകയെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നങ്ങ് കിളിച്ച് വന്നോളും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബന്ദിയുടെ വിത്തുകൾ പാകുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബന്ദി വിത്ത് പാകുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇനി ഇപ്പം പറിച്ച് നടുന്നതൊക്കെ വീഡിയോ ഞാൻ പുറകാലെ കാണിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.